സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കഴിഞ്ഞ 3 ദിവസമായി കേരളം വലിയ ആരോപണങ്ങളാൽ മുഖരിതമായിരുന്നു. നിലമ്പൂരിൽ നിന്ന് CPM സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയ PV അൻവർ ആദ്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ, പിന്നീട് ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ, മറ്റൊരു IPS ഉദ്യോഗസ്ഥനായ സുജിത് ദാസിനെതിരെ, പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ഒക്കെ വലിയ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്വർണ്ണക്കടത്ത് മുതൽ കൊലപാതകം വരെയുള്ള ശ്രമങ്ങളിൽ പങ്കാളിത്തം എന്നുള്ള ആക്ഷേപം, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ തന്നെയും ഫോൺ ചോർത്തൽ മുതൽ തൃശ്ശൂർ പൂരം അട്ടിമറി വരെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ ഉന്നയിക്കുന്ന കാഴ്ചയുണ്ട്. അതിലൊക്കെയും പങ്കാളിത്തം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനുണ്ട് എന്ന് അദ്ദേഹം ആക്ഷേപിച്ചിരുന്നു. അങ്ങനെ വലിയ ആരോപണങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രി തന്നെ ഒരു പൊതുചടങ്ങിനിടെ ഇതേക്കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രഖ്യാപിച്ചു. വകുപ്പ് തല നടപടികൾ വേറെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീട് DGPക്ക് അന്വേഷണ ചുമതല നൽകി DGPക്ക് കീഴിൽ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇത്രയുമാണ് നടന്നത്. അതിനുശേഷം ഇന്ന് PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നു. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള പരാതി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് നൽകിയെന്നും ഇതിൻ്റെ പകർപ്പ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകും എന്നും അദ്ദേഹം പറയുന്നു. ഇതോടുകൂടി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് മുന്നാകെ മൊഴി നൽകുകയാണ് തൻ്റെ ഇനിയുള്ള കടമ എന്നും അദ്ദേഹം പറയുന്നു. ഇനിയുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നും അൻവർ പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് അൻവർ തൻ്റെ ആരോപണങ്ങളിൽ നിന്ന് അല്പം ഒന്ന് പിൻവാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തുടരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു, പരാതി കൊടുത്ത് അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊപ്പം ഇൻസൈറ്റിലുള്ളത് സീനിയർ ജേർണലിസ്റ്റ് KJ ജേക്കബാണ്. ജേക്കബ്, എന്തു തോന്നുന്നു, ഈ അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കും എന്ന് പറയുന്നു, തൻ്റെ ഉത്തരവാദിത്വം അതോടുകൂടെ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുന്നു, ഇനി അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ഉത്തരവാദിത്വം, അദ്ദേഹം CPMൻ്റെ ഔദ്യോഗികമായ അംഗമല്ലെങ്കിൽ പോലും ഏതാണ്ട് CPM അംഗത്തിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള മട്ടിൽ ഞാനൊരു സഖാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അൻവർ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ ഒരു ഗൗരവമുണ്ടല്ലോ, അതിന്മേൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ മേൽ അദ്ദേഹം ചുമത്തുകയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതിൻ്റെ അകത്ത് ഇപ്പൊ അൻവർ എന്ന് പറയുന്നത് ഒരു നിയമസഭാ സാമാജികൻ മാത്രമല്ല, അദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു നിയമസഭാ സാമാജികനാണ്. അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഞാനും ആ പത്രസമ്മേളനം കണ്ടിരുന്നു. അതിലൊരു വേണമെങ്കിൽ പറയാവുന്നത്, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് വിധത്തിലുണ്ട്, നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന് മുഖ്യമന്ത്രി ചെയ്യണം, ബാക്കി പ്രതിപക്ഷം ചെയ്യണം. കാരണം ഒരു ഭരണപക്ഷത്തുള്ള ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി എന്ന് കരുതപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള, അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പോൾ ശ്രീ M ശിവശങ്കർക്കെതിരെയുള്ള ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് ഇൻവോൾവ്മെന്റ് ആണ്. എവിടെയെങ്കിലും സർക്കാർ മെഷീനറി ഉപയോഗിച്ചതായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള ഇൻവോൾവ്മെന്റ്. ഇതങ്ങനെയല്ല. ഇത് വരുന്നത് ഇദ്ദേഹം ഈ അധികാര സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടി എന്ന് ഒരു ഭരണപക്ഷ MLA ആരോപിക്കുന്ന അതിക്രമങ്ങൾ ചെറുതല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി ഏതൊരു ഭരണകൂടവും കാണേണ്ട, ജനങ്ങൾ കാണേണ്ട കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് ആരോപണം. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക എന്നുള്ളതും അൻവറിന്റെ മാത്രം ആവശ്യമായിട്ട് നാട്ടുകാരുടെയും ആവശ്യമാണ്. സത്യത്തിൽ അദ്ദേഹം ഞാനിവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറയുമ്പോൾ ബാക്കി പണി നാട്ടിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടി ആരോപണങ്ങൾ, ഇപ്പം ശരിക്കും മുഖ്യമന്ത്രിയെയും നാട്ടിലെ ബാക്കിയുള്ള അൻവർ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇനി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള മട്ടിൽ തന്നെയാണ് അദ്ദേഹം പുറത്തോട്ട് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിൽ
കൃത്യത വരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം അത് നിറവേറ്റുക എന്നുള്ളത് വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിന്റെ അകത്ത് നമുക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം ഈ ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രി നിഷേധിച്ചായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പം ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പിൽ നടന്ന അതിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയതായിട്ട് ഒരു MLA ആരോപിക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുമ്പോൾ എത്ര ദയനീയമായിട്ടാണ് അദ്ദേഹം ആ വകുപ്പ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ച കൂടിയാണത്. അതില് അദ്ദേഹം ശ്രീ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് ഞാനും അന്തം വിട്ടിരുന്നു. ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഇത് നടത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള റവന്യൂ മന്ത്രി, അവിടുത്തെ സ്ഥലം MLA MP എന്തിന് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ജില്ലാ കലക്ടർ, ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഒരു പോലീസുകാരനുണ്ടാകുമ്പോൾ ഇതിന്റെ പിറകിൽ എന്താണ് എന്ന് ഞാനും സത്യത്തിൽ അന്തം വിട്ടുപോയി. ഞാനന്ന് എഴുതുകയും ചെയ്തതാണ്. എന്നിട്ടും അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളത്. അയാളെ മാറ്റാൻ തീരുമാനിച്ചു, എന്നിട്ടും മാറ്റിയില്ല. നിയമസഭാ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അയാളെ അവിടെ നിന്ന് മാറ്റുന്നത്. അപ്പം ഇയാളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം, നമുക്ക് വിയേർഡായിട്ടുള്ള ഒരു സംശയം വന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം ഇത് എന്താണെങ്കിൽ, അപ്പം കേരളത്തിലെ പോലീസുകാർക്ക് ആർക്കും എന്ത് തോന്നിയാസങ്ങളിൽ കാണിക്കാവുന്ന ഒരു അവസ്ഥ കുറച്ചു കാലമായിട്ട് നാട്ടിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിച്ചത് അങ്ങനെയാണ്. ഇതിന്റെ പുറകിൽ എന്നാലും ഇത്രയൊക്കെ കാണിക്കും. കാരണം അതിനകത്ത് റവന്യൂ മന്ത്രി നേരിട്ട് ഇൻവോൾവ് ആണ് ആ സംഭവത്തിലെ പൂരത്തിന് നടത്തിയപ്പോൾ റവന്യൂ മന്ത്രി നേരിട്ട് ഇൻവോൾവ് ആണ്. അത് മാത്രമല്ല, ജില്ലയിലെ ക്രമസമാധാന പാലനത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം ജില്ലാ മജിസ്ട്രേറ്റിനാണ്. അപ്പം അവർക്ക് ആർക്കും ഇല്ലാത്തൊരു വേവലാതി ഒരു പോലീസുകാരനുണ്ടായി. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 8 വർഷമായി ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന തോന്നിയാസങ്ങളുടെ അത് പൊട്ടി നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ അത് എത്രത്തോളം സാധനം ഇത് ചീഞ്ഞു കിടപ്പുണ്ടായിരുന്നു അത് മുഴുവൻ കൂടി പൊട്ടി മരച്ചിപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ശ്രീ അൻവർ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന ദൃശ്യം. ഇനി ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പാർട്ടിക്ക് പോലും എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി നിലപാടൊന്നും അല്ല മുഖ്യമന്ത്രി നടപ്പാക്കിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല കേസിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോലീസിനെ കയറഴിച്ചു വിടുക എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല. അപ്പൊ അതില് പാർട്ടിക്ക് പോലും എന്തെങ്കിലും റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. മുഖ്യമന്ത്രിയെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ കാര്യം ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ചു. പോലീസിനെതിരെ പല തവണ ആക്ഷേപങ്ങൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് പല കുറി വിശദീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ വിശദീകരണം നൽകുമ്പോഴൊക്കെ അദ്ദേഹം കൂടെ ചേർക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വേദികളിൽ, പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ട വേദികളിലൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട്, ഇത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സംവിധാനമാണ്, ഇതിൽ ക്രിമിനൽ വാസനയുള്ളവർ ഉണ്ടായിക്കൂടാ, അങ്ങനെ ഉണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കും എന്നൊക്കെ അദ്ദേഹം നിരന്തരം പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട പരാതികളിലൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് എന്ന് കരുതുന്നുണ്ടോ? അത് മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹം ഒരു ആഭ്യന്തരമന്ത്രി നിയമിക്കണം. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടൊരു തീരുമാനിക്കണം. നമ്മൾ കാണേണ്ട കാര്യം, ലോകത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ ഡെമോക്രസീസിൽ പ്രത്യേകിച്ച്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന, പോലീസ് മന്ത്രി എന്ന് പറയുന്ന അത്ര പ്രധാനപ്പെട്ട വകുപ്പൊന്നുമല്ല. അത് പല വകുപ്പുകളിൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേന്ദ്രത്തിലായാലും ശരി, സംസ്ഥാനങ്ങളിലായാലും ശരി, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും സംഘടിതമായിട്ടുള്ള നിയമം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂണിഫോംഡ് ഫോഴ്സാണ് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം. അതിന് നിയമം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണത്തിൽ മാത്രമേ അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ.
നിയമത്തിന്റെ നിയമം കർശനമായ നിയമമല്ല അവർ പ്രവർത്തിക്കുന്നതിന്റെ കാര്യം. കാരണം ഈ നിയമ വഴി വരുന്ന അധികാരവും പ്രയോഗിക്കാനുള്ള ഒരു 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 സംവിധാനം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടേത് പോലത്തെയുള്ള ഒരു പരിമിത ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന പോലീസാണ്. പോലീസ് സംവിധാനമാണ് ഇത് ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു നാട്ടിൽ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി വന്നിട്ട് ഇനിയെല്ലാം പ്രൊഫഷണൽ ആയിട്ട് നടന്നുകൊള്ളും എന്ന് വിചാരിക്കുന്നതിന്റെ അസാംഗത്യം അത് നമ്മൾ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം നമ്മളിതിനകത്ത് കല്ല് കടിക്കുന്നത് നിലമ്പൂരിലെ 2 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുമ്പോഴാണ്. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുക, ഏറ്റുമുട്ടൽ കൊലപാതകം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് CPI മാത്രമല്ല, CPM-ഉം നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റുമുട്ടൽ കൊലപാതകം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിന്റെ മനോവീര്യത്തെ കെടുത്തുന്ന യാതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം, ആളുകളെ വെടിവെച്ചു കൊല്ലുമ്പം പോലീസിന് കിട്ടുന്ന ഒരു സന്തോഷം അതല്ല പോലീസിന്റെ മനോവീര്യം എന്ന് എത്രയോ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് OV വിജയൻ പറഞ്ഞ പോലെ വഴിതെറ്റിപ്പോയ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുമ്പോഴാണ് പോലീസിന്റെ മനോവീര്യം. ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ പോലീസുകാർ ഇടപെടുന്ന എത്രയോ നന്മയുള്ള കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, അവർ കുറ്റാന്വേഷണം നടത്തി പ്രതികളെ കണ്ടുപിടിച്ച കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പോലീസിന്റെ മനോവീര്യം ഉയർന്നു നിൽക്കുന്നത്. ഞാൻ പോലീസുകാരുടെ ഭാഗമാണെന്ന് ഒരു പോലീസുകാരൻ ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടുകൂടി പറയുന്നത് കുറ്റാന്വേഷണം നടത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പൗരത്തെ സഹായിക്കുമ്പോഴാണ്, അല്ലാതെ അവനെ വെടിവെച്ചു കൊല്ലുമ്പോഴല്ല. അവരെ വെടിവെച്ചു കൊല്ലുമ്പോൾ അതിൽ പൊതുസമൂഹം എതിർപ്പ് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, അതിനെ ന്യായീകരിക്കുകയല്ല ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്. പക്ഷെ തലകുത്തി നിന്നിട്ടുള്ള ഒരു പോലീസ് നയമാണ് പിണറായി വിജയൻ പലപ്പോഴും കൊണ്ടുനടന്നിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിട്ട് എനിക്കിന്നുവരെ തോന്നിയിട്ടില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ പന്തീരാങ്കാവ് കേസിൽ ആ 2 കുട്ടികൾക്കെതിരെ UAPA ചാർജ് കേരള പോലീസ് എടുക്കുമ്പോൾ ഇടതുമുന്നണിയുടെ നയം എന്നുള്ളത് കേരള പോലീസ് എടുക്കേണ്ട ഒരു ചാർജ് അല്ല UAPA എന്നുള്ളതാണ്. കാരണം UAPA എന്നുള്ളത് ഭീകരവിരുദ്ധ നിയമമാണ്. അത് അന്വേഷിക്കുന്ന ഏജൻസി NIA ആണ്. അപ്പൊ NIAക്ക് വേണമെങ്കിൽ UAPA ഇടാം, കേരള പോലീസിനല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, UAPA പോലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ, ആദിവാസികളെ, ദളിതരെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള എത്രയോ പ്രസ്താവനകൾ ദേശാഭിമാനി ചുമ്മാ നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞിട്ടുള്ള കാണും. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരന്തരം അതിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പന്തീരാങ്കാവ് കേസിൽ ആ 2 കുട്ടികൾക്കെതിരെ അത് ചാർജ് ചെയ്ത് സുപ്രീം കോടതി അവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പം, സാധാരണഗതിയിൽ കോടതികൾ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പം ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് പോകാറില്ല. നിങ്ങൾ ആ കേസിൽ വിധി എടുത്തു വെച്ച് നോക്ക്. ഈ പോലീസുകാരൻ പറഞ്ഞ ഈ UAPA ചാർത്താൻ വേണ്ടി പോലീസുകാരൻ പറഞ്ഞ ഓരോ കാരണവും എടുത്തു വെച്ചിട്ട് ഇതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് നുള്ളിക്കീറി സുപ്രീം കോടതി കൊട്ടയ്ക്കത്തിട്ടിട്ടുണ്ട്. ഇനി കേരള പോലീസിന് ആയുസുള്ള കാലത്ത് ആ കേസിന് പൊങ്ങൂല. കാരണം അമ്മാതിരിയുള്ള നിശ്ചിതമായിട്ടുള്ള ഒരു അവലോകനം സുപ്രീം കോടതി അതിന്റെ പുറത്ത് നടത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇന്ത്യയിൽ ഒരു കോടതിയും ആ കേസിന് പൊക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 2 വിദ്യാർത്ഥികൾക്കെതിരെ UAPA പോലുള്ള ഒരു കരിനിയമം എടുത്തു വെച്ച പോലീസ് നയം ആരുടെ നയമായിരുന്നു? അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPM-ന്റെയോ നയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിണറായി വിജയൻ മാത്രം കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിലുള്ള നയമായിരുന്നു. അത് പോലീസിനെ കെട്ടഴിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നയം. 8 മനുഷ്യരെയാണ് വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ സമയത്ത് 8 മനുഷ്യരെയാണ് കേരളത്തിൽ വെടിവെച്ചു കൊന്നത്. അത് മാത്രമല്ല, വെടിവെച്ചു കൊന്നത് മാത്രമല്ല, വെറുതെ ചവിട്ടിക്കൊന്ന കേസുകൾ വേറെയുണ്ട്. ഞാനിപ്പോ കൊച്ചിയിലാണല്ലോ, വരാപ്പുഴയിൽ ഒരു വീട്ടിൽ കിടന്നുറങ്ങിയത് ഒരു പയ്യനെ പകല് പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയ ഒരുത്തനെ അവന്റെ ഒരു പേരായതുകൊണ്ട് മാത്രം എടുത്തുകൊണ്ടുപോയി ഒരു പോലീസുകാരന്റെ വൈരാഗ്യം നിർത്തുകയാണ്, തുഴിച്ചു കൊന്നു. അയാൾ ഇപ്പോഴും പോലീസിലുണ്ട്. നമ്മളിത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പോലീസിന്റെ പുറത്ത് കർശനമായ നിയന്ത്രണമാണ്. അതിന്റെ അർത്ഥം പോലീസ് സ്റ്റേഷനിൽ നേതാക്കന്മാർ കയറി ഇറങ്ങി നീതി നടപ്പാക്കണം എന്നുള്ളതല്ല. പക്ഷേ ശ്രീ അൻവർ പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് നിയമം നടപ്പാക്കുമ്പോൾ അതിന്റെ പുറത്തൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകണം. അതിനുവേണ്ടിയിട്ടാണ് ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരായാലും ശരി, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഒരു പോലീസ് മന്ത്രിയുണ്ട്. ആ മന്ത്രി നിയമസഭയോടും നാട്ടിലെ ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. അയാൾ അയാളോട് മാത്രം ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ നാട്ടിലെ മനുഷ്യർ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര CPM-കാർ പറഞ്ഞിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ CPM-കാരനാണെങ്കിൽ എക്സ്ട്രാ ഇടി കിട്ടും, അല്ല ഒരു കേസ് കിട്ടുമെന്ന് പറയാൻ എത്ര CPM-മാരെ എനിക്കറിയാം.
അപ്പോൾ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേക പോലീസ് നയം പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അത് പൊട്ടിത്തെറിച്ചിരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. ഇത് അദ്ദേഹം പറയുമ്പോഴേ ഈ സേനയെ പ്രൊഫഷണലൈസ് ചെയ്യുക, സേനയിലെ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാതാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പോലീസ് സേനയെ പൂർണ്ണമായും രാഷ്ട്രീയ മുക്തമാക്കും എന്ന് പ്രഖ്യാപിക്കുകയും പോലീസ് സേനയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അവരിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. അന്നത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്യുകയാണ്, ഇത് രാഷ്ട്രീയ വിമുക്തമാക്കുകയാണ്, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും വേറെയുണ്ട്. അപ്പോൾ സേനയെ പ്രൊഫഷണലൈസ് ചെയ്യുമ്പോൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണം ഇത് ഏതാണ്ട് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തോതിലുള്ള ആക്ഷേപമാണ് അൻവർ ഉന്നയിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെ കൈവരി വിടുക എന്നുള്ളതല്ല, അവരുടെ പുറത്തുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ കൺട്രോൾ എന്നുള്ളത് നിയമപരമായും ഭരണഘടനാപരമായും ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തമാണ്. അത് പ്രൊഫഷണലൈസ് ചെയ്യുക എന്നതിന്റെ അർത്ഥം പൊളിറ്റിക്കൽ കൺട്രോൾ ഇല്ലാതിരിക്കുക എന്നല്ല, സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ലാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവരെ അവരുടെ പണിയെടുക്കാൻ സമ്മതിക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രൊഫഷണലായിട്ട് അവരെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിലൂടെ ആർക്കും എതിരില്ല. സത്യത്തിൽ പോലീസ് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അവർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനുണ്ട്. അയാൾക്ക് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അയാൾ ഒഴിഞ്ഞു മാറി കഴിഞ്ഞ 8 വർഷമായിട്ട് അയാൾ അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു ഈ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോ പെരുമാറ്റത്തെ കുറിച്ചും ആഭ്യന്തരമന്ത്രി അന്വേഷിക്കുകയും അതിന്റെ പുറത്ത് നടപടിയെടുക്കുകയും വേണം. അതല്ലാതെ അങ്ങനെ നടപടികൾ എടുത്താൽ അത് പോലീസിന്റെ മനോവീര്യം കെടുത്തും എന്ന് പറയുന്നത് തലതിരിഞ്ഞ ഒരു നയമാണ്. അതിന് യാതൊരു തരത്തിൽ നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ നാട്ടിൽ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നിലനിൽപ്പില്ലാത്ത ഒരു പോലീസ് നയമാണ് പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നയമെന്ന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആകെ ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ CPIമാർ പോകാൻ പാടില്ല എന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. ഞാനിത് വേറെ 1-2 ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന്റെ സീനിയർ ലെവലിലേക്ക് വരുന്ന IPS ലെവലിൽ വരുന്ന മനുഷ്യരുടെ ക്വാളിറ്റി കുറവ്. പഴയ ഒരു N ചന്ദ്രശേഖരൻ നായരോ അല്ലെങ്കിൽ ഒരു ജേക്കബ് പുന്നൂസോ ഒന്നും അല്ല ഇപ്പൊ പോലീസിന്റെ തലപ്പത്തുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ നിന്ന് വരുന്ന ആൾക്കാർ. ഇതിൽ പലരും കള്ളന്മാരാണോ പോലീസുകാരാണോ എന്നറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. കോടതികൾ ഇടപെട്ടിട്ട് പ്രൊമോഷൻ തടഞ്ഞിട്ടുള്ള ആൾക്കാർ പോലീസിന്റെ തലപ്പത്തെത്തിയിട്ടുണ്ട്. ഇതൊരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു ക്രിമിനൽ, ഒരു കള്ളനോ പോലീസോ എന്ന് അറിയത്തില്ലാത്ത ഒരുത്തൻ ഒരു IG-യോ ഒരു ADGP-യോ ഒരു DGP-യോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അയാളുടെ താഴേക്കുള്ള മുഴുവൻ സിസ്റ്റവും അയാൾക്ക് വിഷയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിഷയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ 8 വർഷമായി ആഭ്യന്തര വകുപ്പിൽ നടത്തിക്കൊണ്ടുന്ന കെടുകാര്യസ്ഥതകൾ മുഴുവൻ ഇപ്പൊ നാടിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രൊഫഷണലിസം എന്നുള്ളതൊന്നും ചെലവാകുന്ന കേസല്ല, അതൊന്നും നാട്ടുകാർക്ക് ബോധ്യമാകുന്ന കാര്യമല്ല. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ഓവർസൈറ്റ് ഇല്ലാതാക്കി കഴിഞ്ഞപ്പം പോലീസിലെ ക്രിമിനലുകൾക്ക് അവർക്ക് കിട്ടിയ ഒരു അവസരം അത് അവർ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ ഇതിന് വേറെ യാതൊരു തരത്തിലുള്ള ന്യായീകരണവും കാണാൻ എനിക്കില്ല. കഴിഞ്ഞ 8 വർഷമായി നിരന്തരം ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. പൗരന്റെ പുറത്ത് മെക്കെട്ട് കയറാനുള്ള അൻവർ ഉന്നയിക്കുന്ന ഒരു ആരോപണങ്ങളിൽ ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് അൻവർ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ കഴിഞ്ഞ 4 മാസം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് എവിടെ വരെ ആയി എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം സമാന്തരമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലകുറി ഈ പോലീസിൻ്റെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഈ കാലയളവിനോടിൽ പല കാലങ്ങളിലായിട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിമിനൽ വൽക്കരണത്തിലൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു ലൈനിലേക്ക് കൂടെ പോലീസ് മാറിയിട്ടുണ്ട്. അതുകൂടെയല്ല ഇപ്പോൾ അൻവർ ഈ പറയുന്നതിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം, ഈ സേനയെ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചു കഴിയുമ്പം ഉള്ള ഒരേ ഒരു പ്രശ്നം, ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി വഴി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി വഴി CPMമാർക്ക് ഇതിനകത്തായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചീത്ത കിട്ടുന്ന അവസ്ഥയായി, പിന്നെ അവൻ അങ്ങോട്ട് പോകില്ല, ബാക്കിയുള്ളവർക്ക് അപ്പോഴും പോകും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം ഓരോ പോലീസുകാർക്കും അവരവർക്ക് തോന്നുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും.
നമ്മുടെ നാട്ടിൽ BJP-ക്കാരായ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പോലീസിൽ കാണാം. അവർക്ക് അവരുടെ കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്നു. ഈ രാജ്യത്തെ പകുതിയോളം വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട മനുഷ്യർക്ക് അവരുടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയും അവരുടെ രാഷ്ട്രീയം അവർക്ക് മിണ്ടാതെ പറ്റാതെ, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയം അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയും ബാക്കി എല്ലാവർക്കും അത് പറ്റുകയും ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, അതിനകത്തുള്ള വേറൊരു കാര്യം, ഈ IPS ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്ന ആൾക്കാർക്ക് അവരുടെ അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് പുറകിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാം. കാരണം ഞാനത് പറയാൻ കാരണം, പന്തീരാങ്കാവ് കേസിൽ ആ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കണ്ണൂർ ഉണ്ടായിരുന്ന ഒരു പോലീസ് IG, ഉത്തരേന്ത്യക്കാരനായ ഒരു IPS ഉദ്യോഗസ്ഥൻ കോഴിക്കോട് പാഞ്ഞെത്തി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹമാണ് അവിടെ ചെന്ന് പ്രഖ്യാപിക്കുന്നത് UAPA കേസാണെന്ന്. അപ്പം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ രാഷ്ട്രീയം നടത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അപചയം കൂടി ഇതിന് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഹിന്ദുത്വക്കാർക്ക് മാത്രമല്ല, ഇതിനകത്ത് SDPI പോലെയുള്ള രാഷ്ട്രീയക്കാർ, അവരോട് താല്പര്യമുള്ള ആളുകളുടെ കാര്യം നടക്കും, കോൺഗ്രസ്സുകാരുടെ കാര്യം നടക്കും, UDF-കാരുടെ ഒക്കെ കാര്യം നടക്കും. നടക്കാതെ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-കാരുടെ രാഷ്ട്രീയം മാത്രമാണ്. അതൊരു വിചിത്രമായിട്ടുള്ള ഒരു പോലീസ് നയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അതിവിചിത്രമായി നമുക്ക് വിശദീകരിക്കാൻ വയ്യ രാജീവ്. അതെങ്ങനെ നമ്മളിത് ഒരാളോട് പറയുമ്പോഴും, ഇപ്പൊ ഞാൻ കേരളത്തിന്റെ പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു മന്ത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ട്, MP ഉണ്ട്, ജില്ലാ കളക്ടർ ഉണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വേറൊന്ന്. ജില്ലാ കളക്ടർ ഉണ്ട്. ജില്ലാ കളക്ടറാണ് അൾട്ടിമേറ്റ്ലി ഇതിലൊക്കെ ഉത്തരവാദി, നിയമപരമായിട്ട് ഉത്തരവാദി അയാളാണ്. അയാൾ പറഞ്ഞിട്ട് പോലും ഒരു പോലീസുകാരൻ കേൾക്കുന്നില്ലാത്ത ഒരവസ്ഥ, അത് അതിവിചിത്രമാണ്. എന്നിട്ട് അയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഹി വാസ് ബീങ് പ്രൊട്ടക്റ്റഡ്. അതിന് പറഞ്ഞ ന്യായം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ആണ്. ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പിൻവലിച്ചിട്ടും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അയാൾക്കെതിരെ നടപടി എടുക്കുന്നത്. അപ്പം ഇത്തരം തോന്നിയാസങ്ങൾ നടത്തിയെടുക്കാൻ പോലീസ് സേനയിൽ ആളുകളുണ്ട്. അത് ഉപയോഗിക്കാൻ ഈ മുഖ്യമന്ത്രി കൊടുത്തു എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഒരു ഫ്രീഡം ലോകത്തിൽ ഒരു പോലീസ് സംവിധാനത്തിലും ഇല്ല. അങ്ങനെ പോലീസിന് തോന്നുന്ന പോലെ ചെയ്യുക എന്നുള്ളത് US പോലും ഇല്ല. US അറ്റോർണി ജനറലിന്റെ കീഴിലാണ് പോലീസ് പ്രവർത്തനം. അപ്പൊ നിങ്ങൾക്ക് ഓവർസൈറ്റ് ഇല്ലാത്ത ഒരു തരത്തിലുള്ള നിയമ സംവിധാനവും ലോകത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സംവിധാനവും നിയമ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആരോടെങ്കിലും ഒക്കെ ആൻസറബിൾ ആയിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പോലീസ് സംവിധാനവും ഇല്ല. എനിക്കൊന്ന് ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സംഷൻ, സ്കോട്ട്ലൻഡ് യാർഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എത്രയോ നൂറ്റാണ്ട് കാലത്തെ പ്രൊഫഷണലിസത്തിന് ശേഷമാണ്. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഈ സർക്കാരിന്റെ വന്നപ്പോൾ നാളെ തുടങ്ങി പ്രൊഫഷണൽ ആകണം എന്നുള്ള മറ്റുള്ളൊരു മണ്ടൻ നയം. അത് മാത്രമല്ല, അത് മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തിന് CPM-ന്റെ നയം നടപ്പാക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മാത്രം നയം നടപ്പാക്കുക എന്നുള്ളത് എന്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഏറ്റുമുട്ടൽ കൊലകളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എന്നത്തെയും നിലപാട്, UAPA-യുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എന്നത്തെയും നിലപാട്, ഇതൊന്നും കേരളത്തിൽ ബാധകമല്ല എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ 8 വർഷം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത്. ഇത് നിർത്തേണ്ട സമയം ആയി എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ശ്രീ അൻവർ നടന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഇത് അദ്ദേഹം തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. അദ്ദേഹത്തിന് തൊട്ട് താഴെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരു MLA പറഞ്ഞു കഴിയുമ്പോൾ അതൊന്നും അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി ആകുന്നില്ല. അതെന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ഇനിയെങ്കിലും അത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുക എന്നുള്ളത് ഇമ്പരറ്റീവ് ആയിട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ആ വകുപ്പ് കൊണ്ടുനടക്കാൻ 8 വർഷത്തെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരണം അതീവ പരാജയമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രിയെ കണ്ടുപിടിക്കുക, ഈ നാട്ടിലെ മനുഷ്യരുടെ ഉത്തരവാദിത്തമുണ്ട് എന്ന് തോന്നുന്ന ഒരാളെ ആ വകുപ്പ് ഏൽപ്പിക്കുക. നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിയമം നടപ്പാക്കണമെന്നും ആർക്കും ആവശ്യമില്ല. പക്ഷെ നീതി നടപ്പാക്കി കിട്ടണം. ജനപ്രതിനിധികൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റണം, അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടി പറ്റൂ. പോലീസ് സ്റ്റേഷനിലേക്കോ പഞ്ചായത്ത് മെമ്പർക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രൊഫഷണലിസമായിട്ട് കണക്കാക്കാൻ എനിക്ക് പറ്റില്ല. അതിനകത്തൊരു തീരുമാനം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുക എന്നുള്ള ആവശ്യം ഉന്നയിക്കാം എന്നുള്ളതാൽ ഒരു കാലത്തും നടപ്പാക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ അൻവർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞാനിതാ പരാതി കൊടുത്തു, ഇനി ആക്ട് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് പിൻവാങ്ങുമ്പോൾ ഈ നടപടി എടുക്കണമെങ്കിൽ ADGP MR അജിത് കുമാർ മാത്രമല്ല,
കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയും പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ഗുരുതരമായ ആക്ഷേപങ്ങൾ മുൻകാലത്ത് നേരിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ പി ശശി ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയും ആക്ഷേപമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്തെങ്കിലും ക്ലീനപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും നടപടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ADGP-ക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയോ മാത്രം നടപടിയെടുത്താൽ മതിയാവില്ല. പി ശശിയുടെ കാര്യത്തിൽ കൂടെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ എക്സ്റ്റെൻഡിലേക്കൊക്കെ പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? അത് പോണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എങ്ങനെ ഈ ആരോപണം വരണം? ഈ ആരോപണങ്ങൾക്കൊരു തുടർച്ചയുണ്ട്. പാറ്റേണുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് എന്താണ് ഇതിന്റെ പാറ്റേൺ? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ആ ആരോപണങ്ങളും അതേസമയം ഇങ്ങനെ ഷാഡോ ക്യാരക്ടർ ആണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പറ്റാറില്ല. ഇപ്പൊ ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചാൽ പിന്നെ അദ്ദേഹത്തിന് നിരപരാധിയാണ് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിനെ ഏറ്റുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും രാജിവെച്ച് മന്ത്രിസഭ താഴെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അവിടെയൊക്കെയും കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംശയമുള്ളത് പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ ആരോപണം ഈ സർക്കാരിലുള്ള MP രാജേഷിനെതിരെ വലിയ അഴിമതി ആരോപണം വന്നു. എന്തായിരുന്നു അതിന്റെ ആയുസ്? തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആരോപണം ഈ സർക്കാരിലെ മന്ത്രിമാർ അഴിമതി ആരോപണം ഈ സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിക്കെതിരെ കൊണ്ടുവരാൻ വേണ്ടി ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ട്? അതേസമയം നിരന്തരം ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു MLA-ക്ക് എതിരെ വരുന്ന ഒരു പുതിയ ആരോപണവും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ തമ്മിൽ തിരിച്ചറിയാനുള്ള പക്വത, രാഷ്ട്രീയമായ വിവേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഇതുവരെ വന്നിട്ടില്ലേ? എത്ര പേർക്കെതിരെ വരുമെന്നാണ് വിചാരിക്കുന്നത്? ഒരാൾക്കെതിരെ, ഞാനിപ്പോ പറയുന്ന ഒരു നേതാവിനെതിരെ ഒരാരോപണം വന്നു കഴിയുമ്പോൾ അതിനെ പാർട്ടി ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. കാരണം അങ്ങനെ ഉത്തരവാദിത്വരഹിതമായിട്ട് എന്ത് വിളിച്ചു പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ഉള്ള നാട് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയാണ് ശ്രീ MP രാജേഷിനെതിരെ ആരോപണം വരുന്നത്. ശ്രീമതി വീണ ജോർജിനെതിരെയുള്ള ആരോപണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. 5 പൈസയുടെ മെറ്റീരിയൽ ഇല്ലാത്ത, യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാത്ത, വസ്തുതകളില്ലാത്ത വെറും ആരോപണങ്ങൾ വരികയും അത് അതിന്റെ സ്വാഭാവികമായ മരണത്തിലേക്ക് പോവുകയും ചെയ്തു. അതേപോലെ തന്നെയാണോ ശ്രീ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ ഇവർ കാണുന്നത്? ഇതിനെ വ്യവച്ഛേദിച്ചറിയാൻ വേണ്ടി ഉള്ള ഒരു കാര്യങ്ങളില്ല. അപ്പം പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ, ശ്രീ MR അജിത് കുമാറിനെതിരെയുള്ള ഇതിനെ മറ്റ് സാധാരണ ആരോപണങ്ങൾ വ്യത്യാസമായി ഇതിന്റെ അകത്തൊരു പാറ്റേൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റണം. പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ പോയിരിക്കുമ്പോൾ ഈ നാട്ടിലെ മൂക്കത്ത് കൈവച്ച ആളുകൾ ധാരാളമുണ്ട്. അവരുടെ ആ സംശയങ്ങളെ മുഴുവൻ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഇതിന്റെ അകത്ത് അദ്ദേഹം വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഒരാളെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ 100 ഡിഗ്രിയും അയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ഏത് കാര്യം ഏൽപ്പിക്കുന്നോ അതേ പ്രൊഫഷണലിസത്തോടുകൂടി ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയല്ല, അത് മനുഷ്യന്റെ നേച്ചറിൽപ്പെട്ട കാര്യമല്ല. എല്ലാ അധികാര സ്ഥാനങ്ങളും ചെക്ക് ആൻഡ് ബാലൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എല്ലാത്തരം അധികാര പ്രയോഗങ്ങളും ചെക്സ് ആൻഡ് ബാലൻസിന് വിധേയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഈ ചെക്സ് ആൻഡ് ബാലൻസ് ഇല്ല എന്ന് വരിക എന്നുള്ളത് അസംഗതം. അതിനത് യാതൊരു ലോജിക്കുമില്ല. ആ പൊളിറ്റിക്കൽ കൺട്രോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം നിറവേറ്റേണ്ടതുണ്ട്. അങ്ങനെ നിറവേറ്റി കഴിഞ്ഞാൽ ഈ ശശി എന്ന് പറയുന്ന ആൾ അവിടെ ഇരിക്കണോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കേണ്ടി വരും. ഈ MR അജിത് കുമാർ അവിടെ ഇരിക്കണോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹം എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നോ അങ്ങനെ ഇനി നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ഉത്തരം പറയേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചോദ്യം. എന്റെ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറുക, പുതിയ ഒരാളെ അവിടെ ആ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പറ്റുന്ന, ആഭ്യന്തര വകുപ്പ് പ്രൊഫഷണൽ ആക്കുന്നതിന് ആർക്കും ഇതിലുണ്ടാവില്ല. പക്ഷേ 8 വർഷം കഴിഞ്ഞിട്ടും അത് കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യപ്പെട്ടതായിട്ടല്ല നമ്മൾ കാണുന്നത്, അത് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ആ നയം പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നയം സമൂലം മാറ്റുക, അതല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു പോലീസും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രി തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. 2006
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റുമ്പോൾ അന്ന് അന്ന് പോലീസ് മേധാവിയായിരുന്നത് ആ, ആ, റോ- ഈ, റോമോ ജേക്കബ് പുന്നൂസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ജേക്കബ് ന്യൂസ് അല്ല, ജേക്കബ് ന്യൂസ് മുമ്പിൽ മറ്റേ ഇത് ആ ചാരക്കേസുമായി ബന്ധപ്പെട്ട ആ, ശ്രീവാസ്തവ അന്നുണ്ടായിരുന്ന രമൺ ശ്രീവാസ്തവ. രമൺ രമൺ ശ്രീവാസ്തവ ശ്രീവാസ്തവയായിരുന്നു അന്നത്തെ പോലീസ് മേധാവി. അപ്പൊ അന്ന് പിന്നെ കോടിയേരി ബാലകൃഷ്ണനോട് അദ്ദേഹത്തിന് ആദ്യത്തെ പത്രസമ്മേളനം ചോദിച്ചു, ഇദ്ദേഹത്തെ മാറ്റുമോ, പോലീസ് മേധാവി സ്ഥാനത്ത് മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പോലീസിന്റെ സ്വഭാവം നിശ്ചയിക്കുന്ന സർക്കാരാണ്, അത് മേധാവി ആരാണ് എന്നുള്ളതല്ല വിഷയം എന്നുള്ളത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആ വകുപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ, അതിനുശേഷം ജേക്കബ് പുന്നൂസ് വന്നു എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് ഞാൻ കണക്കാക്കും. പക്ഷെ ജേക്കബ് പുന്നൂസ് വന്നില്ലെങ്കിലും ഒരാളെ വെച്ച്, ആരെ വെച്ചുകൊണ്ടാണെങ്കിലും സർക്കാരിന്റെ നയം നടപ്പാക്കാൻ വേണ്ടി അറിയാവുന്ന പൊളിറ്റിക്കൽ ബില്ലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പക്ഷെ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടാൻ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് CPM ഒരു അംഗത്തിന് പറ്റുമായിരുന്നു. പോലീസുകാർക്ക് അദ്ദേഹത്തെ പോയി കാണാമായിരുന്നു. ഈ ആക്സസുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രൊഫഷണലിസം എന്നുള്ള ഒരു മണ്ടൻ, അതിനെ മണ്ടൻ തീരുമാനം ആക്കി കളഞ്ഞു. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ്, ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് പകരം യാതൊരു തരത്തിലുള്ള ചെക്സ് ആൻഡ് ബാലൻസും ഇല്ലാതെ ഒരു മണ്ടൻ തിയറി എടുത്തു വെച്ച് 8 വർഷം പ്രാക്ടീസ് ചെയ്ത് അതിന്റെ സമ്പൂർണ്ണ പരാജയം നമ്മുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒന്നുകിൽ ആഭ്യന്തരമന്ത്രി ഈ നയം പരിപൂർണമായിട്ട് മാറ്റണം, അല്ലെങ്കിൽ വെളിവുള്ള ഒരു ആഭ്യന്തര വകുപ്പിനുള്ള ഒരു പോലീസ് നയം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന, അത് നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാളെ ആ വകുപ്പിലേക്ക് നിയോഗിക്കാം. ഇത് രണ്ട് ഏതെങ്കിലും ഒന്നല്ലാതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയായിട്ട് വരും. ചിലപ്പോൾ MR അജിത് കുമാർ ഒരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ആയിരിക്കില്ല. ചിലപ്പോൾ P ശശി ഒരു പ്രശ്നമാകും, ചിലപ്പോൾ ഒരു P ശശി ആയിരിക്കില്ല. ഈ വ്യക്തികളല്ല പ്രശ്നം. ഇവരൊക്കെ അവിടെ ആ സിസ്റ്റത്തിന് പുറത്തുള്ള ചെക്സ് ആൻഡ് ബാലൻസ് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അത് തിരികെ അവിടെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പൊളിറ്റിക്കൽ ഓവർസൈറ്റ് ഇല്ലാതെ ലോകത്തിൽ ഒരു പോലീസ് സംവിധാനവും പ്രവർത്തിക്കില്ല. ഇന്ത്യയെ പോലെ ഒരു 3-4 ലോക രാജ്യത്ത്, കേരളത്തിൽ ഒരിക്കലും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അത് മണ്ടത്തിലാണ്. ഇത് പുതിയതായിട്ട് പറയുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. നിലമ്പൂരെ നക്സലൈറ്റുകളെ വെടിവെച്ച് കൊന്ന ആ കാലം മുതൽ ഈ ഇന്നലെ വരെ എന്റെ നിലപാട് ഇത് തന്നെയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ കൺട്രോൾ ഇല്ലാത്ത പോലീസ് സംവിധാനം എന്നുള്ളത് അത് ക്രിമിനൽ വൽക്കരിക്കപ്പെടാനുള്ള സാധ്യത വളരെയുണ്ട്. ജേക്കബ്, ഞാൻ ഒരു കാര്യം കൂടെ ജേക്കബ്, ഇത് എനിക്ക് ഈ മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ചു വന്ന് PV അൻവർ സംസാരിച്ചപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും കൗതുകരവും ഏറ്റവും എന്താ പറയുക ആശ്ചര്യം ജനിപ്പിച്ചതായിട്ടുള്ളൊരു പരാമർശം, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. അത് CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ്. മുഖ്യമന്ത്രിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി. ആ തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ്, ആരായിരിക്കണം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത്. ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രയോറിറ്റി അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് അവിടെ ഉണ്ടാവും. എങ്കിൽ പോലും അതിൻ്റെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാതി മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ പരാതി MV ഗോവിന്ദനൂടെ കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? ഇതിനകത്ത് പാർട്ടി ഇത്രയും കാലം പുറത്തായിരുന്നു. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പാർട്ടിയെ പിണറായി വിജയൻ അടുപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അകത്തൊരു അത് പറ്റില്ല എന്നുള്ളത് അൻവറിന്റെ ഒരു നിലപാട് കൂടിയായിരിക്കും. ഈ ഉത്തരവാദിത്വം പാർട്ടി കൂടി ഏൽക്കണം എന്നുള്ളത് ഒന്നുകിൽ അതായിരിക്കാം. ചിലപ്പോൾ ഇത്തരം ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് പാർട്ടിയെ കൂടി ഇതിനകത്ത് ഈ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ലത്. പാർട്ടി ഇൻവോൾവ് ആണെങ്കിൽ, പാർട്ടി CPM സംസ്ഥാന കമ്മിറ്റി ഇൻവോൾവ് ആണെങ്കിൽ ഈ കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തോന്നൽ എനിക്കുണ്ട്. കാരണം പാർട്ടിക്കാർ, മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, പാർട്ടിക്കാർക്ക് ഓരോ ദിവസവും മനുഷ്യരെ കാണേണ്ടതുണ്ട്. അവർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ പാർട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകാം. ഇതിനകത്ത് നമ്മളൊരു കാര്യം, ഇതിൽ മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാം, CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇത് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാം. പാർട്ടിക്ക് ഉണ്ടാക്കാം, മുഖ്യമന്ത്രിക്കും ഉണ്ടാക്കാം. അതിൽ ആരെങ്കിലും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി ഇൻവോൾവ് ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായ രീതി. കാരണം പാർട്ടിയാണ് ജനങ്ങൾ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരാളെ അല്ല. ഈ പ്രത്യേക വിചിത്രമായിട്ടുള്ള പോലീസ് നയം നാട്ടിൽ നടപ്പാക്കണം എന്ന് മനുഷ്യർക്ക് ഭയങ്കരമായ നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. അത് തുടർ ഭരണം കിട്ടിയത് ആ പോലീസ് നയത്തിന്റെ ഭാഗമല്ല എന്ന ചോദ്യത്തിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ പോലും വയ്യ.
അത്ര അസംബന്ധമായി പോകും അത്. അതുകൊണ്ട് പാർട്ടി കൂടെ തന്നെ പാർട്ടിക്കാരോട് ചോദിച്ചാൽ അറിയാം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന ചർച്ച അനുവദിച്ചാൽ അപ്പൊ കാണാം നമുക്ക് അതിന്റെ വ്യവസ്ഥ. അപ്പം അതിൻ്റെ അകത്തു നിന്നുള്ള ആളുകളുടെ അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് അപ്പോഴും ഞാൻ പറയുന്നു, ഇത് ആളുകളെ മാറ്റുന്ന ഒരു പ്രശ്നം മാത്രമല്ല. ഈ പോലീസ് നയം, പോലീസിന്റെ പുറത്തുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ പൊളിറ്റിക്കൽ കൺട്രോൾ എന്നുള്ളത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ എന്നുള്ളത്, അത് തിരികെ കൊണ്ടുവരാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര വലിയ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നു പറഞ്ഞാലും അതിന് മുമ്പോട്ട് പോകലില്ല. അത് തിരികെ കൊണ്ടുവരാൻ പാർട്ടി ആവശ്യപ്പെടണമെന്നുള്ള ഒരു കാര്യമാണ് അൻവർ ഉന്നയിക്കുന്നതെങ്കിൽ ഞാൻ അതിന്റെ ഒപ്പമാണ്. ഇനിയിപ്പം അങ്ങനെ പാർട്ടിയോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഞാൻ അതിനോടൊപ്പമാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് അതിനകത്ത് തർക്കം ഉണ്ടാകേണ്ടതുള്ളൂ. ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ രണ്ടു പേർക്കെതിരെ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തി ഇതങ്ങ് തീരും എന്നുള്ളതാണ് എങ്കിൽ അത് അംഗീകരിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അൻവറിന് ഇനിയും സംസാരിക്കേണ്ടതായിട്ട് വരും. ഒരു അൻവർ അല്ലെങ്കിൽ വേറെ ആളുകൾ സംസാരിക്കേണ്ടതായി വരും. അത് പ്രതിപക്ഷം സംസാരിക്കേണ്ടതായി വരും. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് കാണുന്നത് മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തിൽ സർക്കാരിനെതിരെ ഒരു വർത്തമാനം പറയുന്നത് അവരെ കണ്ടിട്ടില്ല. ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭവും മനുഷ്യർക്കെതിരായിട്ടുള്ള തീരുമാനങ്ങളിൽ വന്നാൽ പോലും ഇപ്പൊ തന്നെ സർക്കാർ തിരുത്തിയ ഒരു വലിയ തീരുമാനമാണ് പഞ്ചായത്തുകളിൽ നമ്മുടെ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട്, വീട് നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തിരുത്തി. പ്രതിപക്ഷം അതിനെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയധികം നികുതി കൂട്ടിക്കഴിഞ്ഞപ്പം മനുഷ്യർക്ക് വേണ്ടി ഇടപെടാൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടി. ഇപ്പൊ അവര് തിരിച്ചറിഞ്ഞ് സർക്കാർ കുറച്ചു എന്നുള്ളതല്ലാതെ ഒരു പോലീസുകാരുടെ തല്ലിമടിക്കാൻ ഈ പ്രതിപക്ഷ പാർട്ടികളെ കണ്ടിട്ടില്ല. അവര് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന്റെ പുറത്ത് തല്ലിമടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ വഴിനീളെ ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർ വഴിയിറക്കി ഞാൻ കണ്ടിട്ടില്ല. ഈ കേസിലെങ്കിലും ഇത് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൂടുമല്ലോ, അവരെങ്കിലും ഇറങ്ങി രാജ്യത്തൊരു സമ്മർദ്ദം ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും CPM തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ സമ്മർദ്ദം, ജനാധിപത്യപരമായ സമ്മർദ്ദം ഉണ്ടാകേണ്ടതുണ്ട്. അത് CPM അകത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, CPM പുറത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് സേന, ഞാൻ ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് ഞാൻ ആളുകളോട് ഞാൻ സംസാരിച്ചു. അവർക്കൊക്കെ തികഞ്ഞ അതൃപ്തിയാണുള്ളത്. IPSകാരുടെ തോന്നിയാസങ്ങളാണ് നടക്കുന്നത്. സാധാരണ പോലീസുകാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എത്ര പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ? അത് നമ്മൾ ഈ ഫ്യൂഡൽ സിസ്റ്റം എന്ന് നമ്മൾ ഈ കഴിഞ്ഞ സിനിമയ്ക്കകത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഫ്യൂഡൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ്. അതിലൊന്നും ഒരു വ്യത്യാസവും കഴിഞ്ഞ 8 വർഷം കൊണ്ട് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് വഷളാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കേരളത്തിലെ പോലീസ് ഭരണം എന്നുള്ളത് ഇനി ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിയിൽ കൂടി അല്ലാതെ മുമ്പോട്ട് പോവില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ശ്രീ അൻവർ നാട്ടുകാരുടെ മുമ്പിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യണം എന്നുള്ളത് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും, സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന്റെ സിംബോളിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രീ അൻവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പണി നാട്ടുകാരുടെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും. റൈറ്റ്, അതാണ് PV അൻവറിൻ്റെ ആരോപണങ്ങൾ. അത് ഗൗരവമുള്ളതാണ്. ആ ആരോപണങ്ങളിലെ സത്യാവസ്ഥ പുറത്തു വരിക എന്നതിനൊപ്പം പ്രധാനമാണ് കഴിഞ്ഞ 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് ഭരണം, അല്ലെങ്കിൽ ആ ഭരണത്തിന് പോലീസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നയം, ആ പോളിസിയിൽ എന്ത് മാറ്റമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇനിയും പലകുറി ഒറ്റപ്പെട്ട സംഭവമാണ്. പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്ന മട്ടിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.